നമുക്ക് പലപ്പോഴും ടെലഗ്രാം ഫയൽ റീനെയിം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. ഒരുപാട് സമയങ്ങളിൽ അങ്ങനെ ഫയൽ റീനെയിം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഫയലുകളും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആയിട്ട് തമ്പനയിലൊക്കെ വെച്ചുകൊണ്ട് റീനെയിം ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഒരു 2-3 ടെലഗ്രാം റീനെയിം ബോട്ടുകളെ പരിചയപ്പെടുത്തിയിരുന്നു ഓപ്പൺ സോഴ്സ് ആയിട്ട്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരിക്കലും സ്റ്റോപ്പ് ആകാതെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റീനെയിം ബോട്ട് ഉണ്ടാക്കാനുള്ള വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റീനെയിം ബോട്ട് ഉണ്ടാക്കാനായിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂട്ടി പ്രൊഫസർ. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോയിട്ട് റീനെയിം ബോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. നേരെ പോകാം. അപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ലിങ്കുകളെല്ലാം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം റിപ്പോ എന്ന് പറയുന്ന ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ വേറൊരു ടാബിലേക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നോ വൺ നോസ് മീ എന്ന് പറഞ്ഞൊരു ഡെവലപ്പറിൻ്റെ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഡെവലപ്പറിനെ പോയി സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു റിപ്പോ സ്റ്റാർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിടുക. ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയ ശേഷം ഏറ്റവും മുകളിൽ ഇങ്ങേയറ്റത്ത് ഫോർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഫോർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു റിപ്പോ നമ്മൾ ഫോർക്ക് ചെയ്ത് നമ്മുടെ ഒരു കോപ്പി ആയിട്ട് മാറും. അതിനുശേഷം ഇവിടെ ഏറ്റവും ഇങ്ങേറ്റത്ത് ഡിപ്ലോയ് ടു ഹെറോക്കു എന്ന് പറഞ്ഞ ആ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഹെറോക്കു എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ട് ആ ഒരു സൈറ്റിലേക്ക് കയറുന്നവർ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഈ സൈറ്റിൽ നേരത്തെ ലോഗിൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നേരിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ലോഡായിട്ട് ഈ ഒരു ഹെറോക്കുവിലേക്ക് വരും. അപ്പോൾ ലോഡായി കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ആപ്പിനൊരു നെയിമാണ്. ഇതുവരെ ആരും എടുക്കാത്ത ഒരു പേരായിരിക്കണം ആ ഒരു ആപ്പിന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ബോർഡിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഇടരുത്, അതുപോലെ തന്നെ സ്പേസ് ഇടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പച്ച കളർ ആവുന്ന വരെ നമ്മൾ പേര് മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഈ ഒരു പേര് വേറെ ആരും എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പച്ച കളർ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പേര് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ താഴെ API ഹാഷ് അതുപോലെ തന്നെ API ID എന്നീ 2 സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇവിടെ പോയതിനു ശേഷം ഇവിടെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ടെലഗ്രാമിൽ തന്നെ ഒരു സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഫോൺ നമ്പർ ചോദിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കാം. ആ ഒരു നമ്പർ അമേരിക്കൻ നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഫോൺ നമ്പർ പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കൺഫർമേഷൻ കോഡ് നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മളുടെ ടെലഗ്രാമിൽ നമുക്ക് ആ ഒരു കൺഫർമേഷൻ കോഡ് സെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ആ ഒരു കോഡ് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം തിരിച്ചു പോയതിനു ശേഷം കൺഫർമേഷൻ കോഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കയറുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇവിടെ API ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ API ഹാഷും അതുപോലെ തന്നെ API ID നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ API ഹാഷ് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം API ഹാഷ് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം കോപ്പി ചെയ്യാം. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം API ID പേസ്റ്റ് ചെയ്യാം. ഇനി ബാൻ ചെയ്യാനുള്ള യൂസേഴ്സ്, നമ്മുടെ റീനെയിം ബോട്ട് ഏതൊക്കെ ആൾക്കാർ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ യൂസർ ID ഇവിടെ കൊടുത്താൽ മതി. ഇനി വേണ്ടത് ബോട്ട് ടോക്കണാണ്, ടെലഗ്രാം ബോട്ട് ടോക്കൺ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിലേക്ക് ബോട്ട് ഫാദർ എന്ന് പറഞ്ഞ ബോട്ടിലേക്ക് പോകുന്നു. ഇതാണ് എൻ്റെ യൂസർ നെയിം, വെറും ബോട്ട് ഫാദർ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ബോട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു റീനെയിം ബോട്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് ആ ഒരു ബോട്ടിന് കൊടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ആ ഒരു ബോട്ടിനൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലിങ്ക് യൂണീക്ക് ആയിരിക്കണം, വേറെ ആരും എടുത്തിട്ടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ലിങ്കിൻ്റെ ഏറ്റവും അവസാനം ബോട്ട് എന്നുണ്ടാവണം. അപ്പോൾ ഞാൻ കൊടുത്തു നോക്കാം, ഈ ഒരു പേര് എനിക്ക് അവൈലബിൾ ആണ്, വേറെ ആരും ഇത് എടുത്തിട്ടില്ല. അവിടെ നമുക്ക് ഇവിടെ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്, യൂസ് ദിസ് ടോക്കൺ എന്ന് പറഞ്ഞ് ആ ഒരു ടോക്കൺ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ചുകൂടെ വന്നതിന് ശേഷം TG ബോട്ട് ടോക്കൺ എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ചാനൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഈ ഒരു റീനെയിം ബോട്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം റീനെയിം ബോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. അത്രയും കൊടുത്തതിന് ശേഷം ഡിപ്ലോയ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 5 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആ ഒരു ബോട്ട് ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇവിടെ മാനേജ് ആപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ ഒരു മാനേജ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഹെറോക്കുവിൻ്റെ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിസോഴ്സസ് എന്നായിരിക്കും കാണിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഓഫ് ആക്കിയതിന് ശേഷം കൺഫേം എന്ന് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് സേവ് ആയി കഴിയുമ്പോൾ
വീണ്ടും ആ ഒരു പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓൺ ആക്കിയിട്ട് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം മോർ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ലോഗ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ലോഗ് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോകാം. അതിനുശേഷം ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു യൂസർ നെയിം കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു 4 സബ്സ്ക്രൈബ് കൊടുത്ത ആ ഒരു ചാനലിലേക്ക് അതിനെ അഡ്മിനാക്കി മാറ്റാം. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ അതിനെ അഡ്മിനായിട്ട് മാറിയിട്ടുണ്ട്, ഈ ഒരു റീനെയിമർ പ്രോ എന്ന് പറഞ്ഞ ബോട്ടിനെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബോട്ട് ഫാദറിൽ പോയതിനു ശേഷം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബോട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹൈ ഡയൽ എന്ന് പറഞ്ഞ പേരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചാനൽ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ സപ്പോർട്ട് ചാനൽ, നോ വൺ ബോട്ട് എന്നാണ് അവൻ്റെ പേര്. അതിലൊന്ന് ജോയിൻ ചെയ്തേക്കുക. അതിൽ ഈ കാണുന്ന ബോട്ടുകളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റീനെയിം ഓപ്പൺ സോഴ്സ് ബോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു ബോട്ടാണ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബോട്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഫയൽ ഒന്ന് റീനെയിം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഹെൽപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫയലിൽ നിന്ന് വീഡിയോയിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുമ്മാ ഒരു റീനെയിം ബോട്ട് മാത്രമല്ല, പക്ഷേ അതൊരു ഫയൽ കൺവേർട്ടർ ബോട്ടും കൂടെയാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് റീനെയിം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഫയൽ നമ്മൾ ഒരു 402 MB ഉള്ള ഫയലാണിത്. ആ ഒരു ഫയൽ ഞാൻ ഈ ഒരു ബോർഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ആ ഒരു ബോർഡിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് റിപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ /rename എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ആ ഒരു സിനിമയുടെ പേര് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സിനിമ അനുസരിച്ചോ, സിനിമ ആയാലും ഫയലായാലും എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ അവസാനം അതിൻ്റെ എക്സ്റ്റൻഷനും കൂടെ കൊടുക്കുക. അതിനുശേഷം സെൻഡ് ചെയ്യാം. ഇനി റീനെയിം എന്ന് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, റീനെയിം എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സ്പേസും കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ ആ ഒരു ഫയലിൻ്റെ പേരായിട്ട് വരുന്നത്. ഇപ്പോൾ ഡൗൺലോഡിങ് ടു സെർവർ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡിങ് ടു മൈ സെർവർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഓരോ പെർസെൻറ്റേജും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം 1 മിനിറ്റിനടുത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫയൽ റീനെയിം ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫയലിന് തംബ്നെയിൽസ് ഒന്നും വെച്ചിട്ടില്ല. തംബ്നെയിൽസ് വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ അങ്ങോട്ട് ആഡ് ചെയ്യണം. എൻ്റെ ചാനലിലെ ലോഗോ ആണ്. ആ ഒരു ഫോട്ടോ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഇവിടെ കസ്റ്റം തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ അത് വന്നിട്ടില്ല. ഓക്കെ, തംബ്നെയിൽസ് എവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് പെർമനൻ്റ് അണ്ടിൽ ആ ഒരു DL തമ്പെന്ന് കൊടുക്കുന്ന വരെ ഈ ഒരു തമ്പനയിലായി നമ്മുടെ തമ്പനയിൽ. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഫയൽ റീനെയിം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തമ്പനയിൽ വെച്ചുകൊണ്ടുള്ള ഒരു റീനെയിം ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫയൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽ ടു വീഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇവിടെ /C2V എന്ന് കൊടുത്ത് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയലിനെ ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നല്ലൊരു റീനെയിം ബോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, റീനെയിം ബോട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ റീനെയിം ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളിപ്പോൾ വേറെ ആരും യൂസ് ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടാകും. പക്ഷേ എല്ലാവരും ബോട്ടുകൾ റീനെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ റീനെയിം ബോട്ടുകളും സ്ലോ ആകുന്ന പോലെ തന്നെ ഈ റീനെയിം ബോട്ടും സ്ലോ ആകും. അങ്ങനെ സ്ലോ എന്തായാലും ആകും. കാരണം ടെലഗ്രാമിൻ്റെ ആ ഒരു ട്രാഫിക് കൂടി ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി എല്ലാവരും കൂടി അതെടുത്ത് റീനെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീനെയിം ബോട്ടിൻ്റെ എല്ലാം സ്പീഡ് സ്ലോ ആകും. അത് ടോട്ടലായിട്ട് സ്പീഡ് കുറയുന്നതാണ്, അല്ലാതെ ആ ഒരു ബോട്ടിൻ്റെ പ്രശ്നം കൊണ്ടല്ല. നിങ്ങൾക്ക് USA നമ്പർ വെച്ച്, അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു USA നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ബോട്ടാണെങ്കിലും കുറച്ചും കൂടി സ്പീഡ് ലഭിക്കും. കാരണം ഇവിടുത്തേക്കാളും കുറച്ചും കൂടി നല്ല സ്പീഡൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ വെച്ച് ചെയ്താലും മതി. പക്ഷേ കൂടുതൽ സ്പീഡ് കിട്ടുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ബൈ.